പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BAYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് 258 ദിവസം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പൂർത്തീകരണത്തിൻ്റെ കാലത്തെ വായനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ടൈം ലൈനിൽ നമ്മളിനി പ്രവാസത്തിൽ നിന്നുള്ള മടക്കയാത്രയാണ് വായിക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് മിശിഹായിലേക്കുള്ള പരിശോധനാ മുനമ്പ്, അതിൻ്റെ 3ാമത്തെ പരിശോധനാ മുനമ്പിലാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി യഹൂദന്മാർ അബ്രഹാമിന് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നതിന് പ്രതീക്ഷിച്ചിരുന്ന ആ മിശിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ള, ആ ദൈവരാജ്യ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വായനയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ വായന. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം അടുത്ത 9 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് മനോഹരമായ ഒരു ദൈവരാജ്യ അനുഭവമായി മാറുകയാണ്. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം അധ്യായങ്ങൾ 1, 2, 3, 4, സുഭാഷിതങ്ങൾ അധ്യായം 18, വാക്യങ്ങൾ 17 മുതൽ 20 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. മത്തായി അധ്യായം 1. യേശുവിൻ്റെ വംശാവലി. ദാവീദിൻ്റെ പുത്രനും അബ്രാഹത്തിൻ്റെ പുത്രനുമായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്നുള്ള പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരസ് ഹെസ്രോൻ്റെ പിതാവായിരുന്നു. ഹെസ്രോൻ ആരാമിൻ്റെ പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെ പിതാവായിരുന്നു. അമിനാദാബ് നഹ്ഷോൻ്റെ പിതാവായിരുന്നു. നഹ്ഷോൻ സൽമോൻ്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നുള്ള ബോവാസിൻ്റെ പിതാവായിരുന്നു. ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിൻ്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിൻ്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിൻ്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോഥാമിൻ്റെ പിതാവായിരുന്നു. യോഥാം ആഹാസിൻ്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിൻ്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള സലാത്തിയേലിൻ്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സെറോബാബേലിൻ്റെ പിതാവായിരുന്നു. സെറോബാബേൽ അബിയൂദിൻ്റെ പിതാവായിരുന്നു. അബിയൂദ് ഏലിയാക്കിമിൻ്റെ പിതാവായിരുന്നു. ഏലിയാക്കിം ആസോറിൻ്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിൻ്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിൻ്റെ പിതാവായിരുന്നു. അക്കീം എലിയൂദിൻ്റെ പിതാവായിരുന്നു. എലിയൂദ് എലയാസറിൻ്റെ പിതാവായിരുന്നു. എലയാസർ മത്താൻ്റെ പിതാവായിരുന്നു. മത്താൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളുമാണ് ആകെയുള്ളത്. യേശുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും.
കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ യേശു എന്ന് അവനെ പേര് വിളിച്ചു. മത്തായി അധ്യായം 2. ജ്ഞാനികളുടെ സന്ദർശനം. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? കാരണം ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ സകല പുരോഹിത പ്രമുഖന്മാരെയും ജനത്തിൻ്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ. എന്തെന്നാൽ പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം സൂക്ഷ്മമായി അവരിൽ നിന്ന് അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്നവനെ ആരാധിക്കുന്നതിന് എന്നെ അറിയിക്കുക. രാജാവിനെ കേട്ട ശേഷം അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിൽക്കുന്നതുവരെ അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവരുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന്, മീറ, കുന്തിരുക്കം എന്നീ കാഴ്ചകൾ അവൻ അർപ്പിക്കുകയും ചെയ്തു. ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. ഈജിപ്തിലേക്കുള്ള പലായനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. കാരണം ഹെറോദേസ് ശിശുവിനെ വധിക്കാനായി അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവൻ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. തന്നെ ജ്ഞാനികൾ കബളിപ്പിച്ചെന്ന് കണ്ടപ്പോൾ ഹെറോദേസ് അതീവം രോഷാകുലനായി. അവരിൽ നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും എല്ലാ സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് ഇങ്ങനെ പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം കേട്ടു, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ അവളുടെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. ആശ്വസിപ്പിക്കപ്പെടാൻ അവൾ സമ്മതിക്കുന്നില്ല, എന്തെന്നാൽ അവർ ഇല്ലാതായിരിക്കുന്നു. തിരിച്ചുവരവ്. ഹെറോദേസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. കാരണം ശിശുവിൻ്റെ ജീവൻ അന്വേഷിച്ചവർ മരിച്ചിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി. അർക്കലാവോസ് അവൻ്റെ പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദയ ഭരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫ് ഭയപ്പെട്ടു. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകേണ്ടതിന് അവൻ നസറത്ത് എന്ന പട്ടണത്തിൽ പോയി വസിച്ചു. മത്തായി അധ്യായം 3. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. ആ ദിവസങ്ങളിൽ യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു, മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ടത് അവനെക്കുറിച്ചാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാൻ്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും നിന്നുള്ളവർ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു.
അനേകം ഫരിസേയരും സദൂക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിനു വേണ്ടി സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. അതിനാൽ നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിലെറിയപ്പെടും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി തൻ്റെ ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. അനന്തരം യേശു ഗലീലയിൽ നിന്ന് ജോർദാനിൽ യോഹന്നാൻ്റെ അടുത്തേക്ക് അവനിൽ നിന്ന് സ്നാനമേൽക്കാൻ വന്നു. യോഹന്നാൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? യേശു മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി അധ്യായം 4. മരുഭൂമിയിലെ പ്രലോഭനം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 പകലും 40 രാവും ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. എന്തെന്നാൽ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് ഏറെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ മുട്ടിന്മേൽ വീണ് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകാം. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. യേശു ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാന്റെ മറുകരയിൽ, സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, ജനതകളുടെ ഗലീലി. അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നാട്ടിലും നിഴലിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രഘോഷിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആദ്യത്തെ 4 ശിഷ്യന്മാർ. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ, സെബദിപുത്രനായ യാക്കോബിനെയും സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ പിതാവായ സെബദിയുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചിയും അവരുടെ പിതാവിനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവരെ അവൻ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപ്പോളിസ്,
ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. സുഭാഷിതങ്ങൾ അധ്യായം 18 വാക്യങ്ങൾ 17 മുതൽ 20 വരെ. തൻ്റെ വാദത്തിൽ ഒരുവൻ ആദ്യം നീതിമാനായാലും അവൻ്റെ അയൽക്കാരൻ വന്ന് അവനെ ചോദ്യം ചെയ്യും. നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, അത് പ്രബലവാദികളെ തമ്മിലകറ്റുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ശക്തിയുള്ള നഗരത്തിൽ നിന്നാണെങ്കിൽ കലഹങ്ങൾ കോട്ടയുടെ അഴിപോലെയായിരിക്കും. ഒരുവൻ ഉദരപൂരണം ചെയ്യുന്നത് അവൻ്റെ വായുഫലത്തിൽ നിന്നാണ്. അധരങ്ങളുടെ വരുമാനം കൊണ്ട് അവൻ സംതൃപ്തനാകുന്നു. പ്രിയമുള്ളവരെ, മിശിഹായിലേക്കുള്ള പരിശോധന മുൻപ് മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ ഇന്നു മുതൽ വായിച്ച് തുടങ്ങുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പഴയ നിയമത്തിലെ വായന തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് ദൈവമേ, ഞങ്ങൾ വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യം ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങ് അനന്തമായ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മേൽ വർഷിച്ചാൽ മാത്രമേ കർത്താവെ ഞങ്ങൾക്ക് ഈ വചന വായനയിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയൂ. എത്ര മനോഹരമായിട്ടാണ് ദൈവമേ അങ്ങ് അങ്ങയുടെ ജനതയെ നയിച്ചതെന്ന് മനസ്സിലാക്കാൻ ഈ വചന വായനയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പ്രവാസത്തിലേക്ക് പോയ ജനത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനും അവിടെ നിന്നിപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണമായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അടുത്ത് കാണാനും കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ കൃപയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ മക്കളെ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ കർത്താവെ എപ്പോഴും ദൈവകൃപയിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പുതിയ നിയമ വായന, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ വായന, അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ ആദ്യമേ നൽകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, മത്തായി തൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത് അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായ മിശിഹായെ, രാജാവായ മിശിഹായെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഈ വായനയിലുടനീളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വായനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് വിശുദ്ധ മത്തായി ആഗ്രഹിച്ചത്, യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ നിത്യനായ രാജാവാണ്. അവിടുത്തെ രാജ്യം നിത്യമാണ്. അവിടുത്തെ രാജ്യമാണ് അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം. ദൈവം രാജാവും നമ്മൾ ആ രാജ്യത്തിലെ പ്രജകളുമായി, ദൈവരാജ്യത്തിലെ മക്കളുമായി ജീവിക്കുന്ന ആ ദൈവരാജ്യ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നത്. അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങളിൽ നമ്മുടെ വായനയുടെ വഴികളിൽ നമ്മൾ ഓർത്തിരുന്നു. 12-ാം അധ്യായത്തിൽ നൽകിയ വാഗ്ദാനം, അതിൻ്റെ 3 തലങ്ങൾ നമ്മൾ കണ്ടത് 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും അതുപോലെ 22-ാം അധ്യായത്തിലും ആയിരുന്നു. അതിലെ ഉൽപ്പത്തി 22-ലെ വാഗ്ദാനത്തിലാണ് നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദാനം കിടക്കുന്നത്. ആ വാഗ്ദാനമനുസരിച്ച് ഒരു സാർവത്രിക അനുഗ്രഹമായി ഈശോ ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്യുകയാണ്. 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിലാണ്, ഉടമ്പടിയിലാണ്, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും എന്ന വാഗ്ദാനം നൽകപ്പെട്ടത്. അങ്ങനെ അബ്രഹാമിന് നൽകിയ വാഗ്ദാനമനുസരിച്ച് രൂപീകരിക്കപ്പെടുന്ന ദൈവരാജ്യവും ആ ദൈവരാജ്യത്തിലെ സാർവത്രിക അനുഗ്രഹമായി മാറുന്ന രാജാവും. ഇനി അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിൽ നിന്റെ സിംഹാസനത്തിൽ എന്നും ഒരു അനന്തരാവകാശി ഉണ്ടാകും, നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ യൂദയായുടെ സിംഹാസനത്തിൽ എന്നും ദാവീദിൻ്റെ പരമ്പരയിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആ നിത്യരാജത്വത്തിൻ്റെ വാഗ്ദാനം വിശുദ്ധ മത്തായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിനും ദാവീദിനും നൽകിയ ഈ ഉടമ്പടികളുടെ പൂർത്തീകരണമാണ് മിശിഹായിലൂടെ വരുന്ന പുതിയ ഉടമ്പടി. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വെച്ചിരിക്കണം. അതുകൊണ്ട് ഒരു യഹൂദന് മനസ്സിലാകുന്ന വിധത്തിൽ യേശു ഈ ഉടമ്പടികളുടെ, ഈ വാഗ്ദാനങ്ങളുടെ ഫുൾഫിൽമെൻ്റാണ് എന്ന് വ്യക്തമായി വിശുദ്ധ മത്തായി അവതരിപ്പിക്കുകയാണ്. ഈ കണ്ണിലൂടെ വേണം നമ്മൾ യേശുവിൻ്റെ ആ ഉത്ഭവ ചരിത്രത്തെ അഥവാ വംശാവലിയെ വ്യാഖ്യാനിക്കാൻ. ഈ വംശാവലിയിൽ നമ്മൾ കാണുന്ന പേരുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലെ പല പേരുകളും രാജാക്കന്മാരുടെ പേരുകളാണ്. അതിൻ്റെ അർത്ഥം ഈ വംശാവലി രാജപരമ്പരയുടെ വംശാവലിയാണ്. അതിനകത്ത് നമ്മൾ നേരത്തെ ഈ പഴയ നിയമത്തിൽ വായിച്ചു വന്ന അനേകം രാജാക്കന്മാരുടെ പേരുകൾ നിങ്ങൾ കണ്ടു. മനാസെ, ജോസിയ, യക്കോണിയ. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, യക്കോണിയ അല്ലെങ്കിൽ കോണിയ എന്ന് പറയുന്നത്
യഹോയാക്കിൻ എന്ന് നമ്മൾ വായിച്ച രാജാവിൻ്റെ മറ്റൊരു പേരാണ്. അത് ഞാൻ പ്രവാസത്തിൻ്റെ പൂർത്തീകരണം പറഞ്ഞപ്പോൾ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, വിട്ടുപോയതാണ്. അപ്പോൾ യെക്കോണിയ വംശാവലിയിൽ നിങ്ങൾ വായിക്കുന്ന യെക്കോണിയ, ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യെക്കോണിയായുടെ എന്ന് പറഞ്ഞ് വായിക്കുന്ന ഭാഗത്ത് യെക്കോണിയ അല്ലെങ്കിൽ ജെറമിയ അദ്ദേഹത്തെ കോണിയ എന്ന് വിളിക്കുന്നുണ്ട്. ഈ രണ്ട് പേരുകളും സൂചിപ്പിക്കുന്നത് യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവിനെയാണ്. അപ്പോൾ യെക്കോണിയ അഥവാ യഹോയാക്കിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വംശാവലി അവതരിപ്പിക്കുന്നത് യേശു എങ്ങനെയാണ് ഈ രാജപരമ്പരയുടെ ഭാഗമാകുന്നു എന്നതാണ്. ഒടുവിൽ അത് യാക്കോബിൻ്റെ പുത്രനായ ജോസഫിൽ എത്തിച്ചേരുന്നു, ജോസഫിൻ്റെ ചരിത്രത്തിൽ എത്തിച്ചേരുന്നു. ജോസഫിൻ്റെ ഭാര്യയായ സഹധർമ്മിണിയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഈശോ ജനിക്കുന്നു. അപ്പോൾ ഇത് റോയൽ ലൈനാണ്, രാജകീയ വംശാവലി ചരിത്രമാണ്. ഇനി ഇതിനകത്ത് 4 കുപ്രസിദ്ധരായ സ്ത്രീകളെ പരാമർശിച്ചിട്ടുണ്ട്. താമാർ യൂദായുടെ ഭാര്യ, ബത്ശേബ ദാവീദിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ റാഹാബ് എന്ന് പറയുന്ന ഗണികയായ സഹോദരി, അതുപോലെ റൂത്ത് എന്ന് പറയുന്ന വിജാതീയ സ്ത്രീ. ഈ 4 പേരുകൾ പരാമർശിച്ചിട്ടാണ് 5ാമത്തെ പേരായ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ പരാമർശിക്കുന്നത്. ഈ 4 പേരുകളും യേശുവിൻ്റെ വംശാവലിയിൽ ഇഴചേർന്ന് നിൽക്കുന്നത് മത്തായി കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. തകർന്നുപോയവരെ വീണ്ടെടുക്കാൻ, ബ്രോക്കണായ ആളുകളെ വീണ്ടെടുക്കാൻ ഈ ഭൂമിയിലേക്ക് വരുന്ന യേശുവിൻ്റെ കുടുംബചരിത്രത്തിൽ അനേകം തകർക്കപ്പെട്ട, വളരെ മോശമായ പശ്ചാത്തലം ഉണ്ടായിരുന്ന, എന്നാൽ ദൈവം ഒരു കൃപയുടെ വടി നീട്ടിക്കൊടുത്തപ്പോൾ അതിൽ പിടിച്ച് കരയ്ക്ക് കയറിയ മനുഷ്യരുടെ ജീവിതം തുന്നിച്ചേർക്കുക വഴി ദൈവം വിഭാവന ചെയ്തത് ഏത് തകർന്നുപോയ മനുഷ്യനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത പരമ്പരയുടെ ഭാഗമാകാൻ കഴിയും എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിച്ച 4 അധ്യായങ്ങളിൽ സൂചിപ്പിക്കുന്ന വംശാവലി, അതുപോലെ തന്നെ എമ്മാനുവേൽ പ്രവചനം, അത് ആഹാസിൻ്റെ കാലത്ത് നൽകപ്പെട്ട എമ്മാനുവേൽ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിരുന്നു. എമ്മാനുവേൽ പ്രവചനവും രാജാവിനെക്കുറിച്ചുള്ള സൂചനയാണ്. അതുപോലെ തന്നെ ജ്ഞാനികൾ വന്ന് സമർപ്പിക്കുന്ന സമ്മാനങ്ങൾ, അതിലെ പൊന്ന് രാജാവിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്നാപക യോഹന്നാനും യേശുവും പ്രസംഗം തുടങ്ങുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നത്. പിന്നീട് ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ അധ്യായങ്ങളിൽ വായിക്കുന്ന, ഈ 4 അധ്യായങ്ങളിൽ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് ക്രിസ്തു രാജാവാണ് എന്നാണ്. ആ ധ്വനിയാണ് ഈ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ മത്തായി നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജോസഫ് നീതിമാനാകയാൽ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 2 സാധ്യതകളാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ മുമ്പിൽ ഉള്ളത്. ഒന്നുകിൽ മറിയത്തെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുക. പഴയ നിയമം അനുസരിച്ച് ഒരാൾ നീതിമാനാകുന്നത് നിയമം അനുസരിക്കുമ്പോഴാണ്. അപ്പോൾ നിയമം അനുസരിച്ചുകൊണ്ട് ഇപ്രകാരം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഗർഭിണിയായി കാണപ്പെടുന്ന തൻ്റെ പ്രതിശ്രുത വധുവിനെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുത്താലും പഴയ നിയമത്തിൻ്റെ കണ്ണിൽ ജോസഫ് നീതിമാനാണ്. അപ്പോൾ ജോസഫിൻ്റെ 1ാമത്തെ സാധ്യത മറിയത്തെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുക. 2ാമത്തെ സാധ്യത രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക. അത് കുറെ കൂടി ഉയർന്ന ഒരു നിലവാരമാണ്, ശിക്ഷിക്കാതെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക. എന്നാൽ ഈ 2 സാധ്യതകൾ കൂടാതെ പുതിയ നിയമത്തിൻ്റെ ആ 3ാമത്തെ സാധ്യത ഈശോ തൻ്റെ അപ്പനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതായത് ആരെയാണോ നീ വേണമെങ്കിൽ ശിക്ഷിക്കാവുന്നത്, അല്ലെങ്കിൽ വേണമെങ്കിൽ രഹസ്യമായി ഉപേക്ഷിക്കാവുന്നത്, അതിനെ നിന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുക. ടേക്ക് അപ്പ് ആസ് യുവർ റെസ്പോൺസിബിലിറ്റി സംതിങ് വിച്ച് യു വാണ്ടഡ് ടു അവോയ്ഡ്. നീ കൈയൊഴിയാൻ ആഗ്രഹിച്ചതിനെ നീ കയ്യേറ്റു വാങ്ങുക എന്നതാണ് പുതിയ നിയമത്തിൻ്റെ ഒരു പാഠം. അതായത് തള്ളിക്കളയാൻ അവകാശമില്ല, തകർന്നവരെ, നിസ്സഹായരെ ഒഴിവാക്കി വിടാൻ അവകാശമില്ല, അവരെ സംഹൗ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അരൂപി. പിന്നീട് നമ്മളിവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിലാണ്, വിജാതീയരുടെ ഗലീലിയിലാണ്. നമുക്കറിയാം, ഈ ബൈബിൾ വായിച്ചു വന്ന നമുക്കിപ്പോൾ ഈ നാടിൻ്റെ ഭൂമിശാസ്ത്രം പരിചയമുണ്ട്. ഈ ഗലീലി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ എന്നെല്ലാം പറയുന്നത് നോർത്തേൺ കിങ്ഡത്തിൻ്റെ എന്നേക്കുമായി തിരോഭവിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ ആ വടക്കൻ ഗോത്രങ്ങളുടെ ഭാഗമാണ് ഗലീലി. അപ്പോൾ ഈശോ എന്തുകൊണ്ട് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിൽ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, അസീറിയ രാജാവ് വന്ന് ഈ വടക്കൻ ഗോത്രങ്ങളെ നാട് കടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധിനിവേശം ആദ്യമായി നാട് കടത്തുന്നത് ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിൽ നിന്നായിരുന്നു എന്നാണ് ഇവിടുത്തെ ധ്വനി. അതായത് എവിടെയാണോ തകർച്ച ആരംഭിച്ചത്
അവിടെ നിന്ന് ഈശോ റിസ്റ്റോറേഷൻ തുടങ്ങുകയാണ്, പുനരുദ്ധാരണം തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സുവിശേഷകൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ആശയം, ക്രിസ്തു ഈ ഇസ്രായേലിൻ്റെ റിസ്റ്റോറേഷനായിട്ട് വന്ന ആളാണ്, ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തിനായി കടന്നു വന്ന ആളാണ് യേശു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഈ ഒരു സംഭവം. സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് മത്തായി വിവരിക്കുന്നത്. ഈ 4 അധ്യായങ്ങളിൽ പരാമർശിക്കേണ്ട അനേകം മറ്റു വിഷയങ്ങളുണ്ട്. സമയപരിമിതി അതിനനുവദിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ബൈബിൾ പഠന പദ്ധതി അവസാനിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായി മറ്റ് സുവിശേഷങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവാൻ നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു വന്നത് തകർന്നവരെ വീണ്ടെടുക്കാനാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ഐ എം നോട്ട് അപ് ടു ദ മാർക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്കോ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്കോ എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ തോറ്റുപോയ ഒരാളാണ്, ഞാൻ പതറിപ്പോയ ഒരാളാണ്, ഞാൻ ഈ വഴിയിൽ ഒത്തിരി പുറകിലായിപ്പോയ ഒരാളാണ്, ഞാൻ ഒരിക്കലും ആരുടെയും പ്രതീക്ഷകൾക്ക് ഒത്ത വിധം ഉയർന്നിട്ടില്ല എന്ന തരത്തിലുള്ള എന്തെങ്കിലും ഹൃദയഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, സുവിശേഷം വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്, ക്രിസ്തുവിൽ എല്ലാ പരാജയങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ട്. എല്ലാ ബ്രോക്കൺനെസ്സിനെയും റെസ്റ്റോർ ചെയ്യാൻ കഴിയുന്നവൻ്റെ പേരാണ് യേശു. അതുകൊണ്ട് യേശുവിലേക്ക് വരിക, യേശുവിൽ അഭയം പ്രാപിക്കുക, അവൻ്റെ ഹൃദയത്തിൻ്റെ, അവൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കിന്ന് കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധതയോടെ ആശംസിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. തുടർന്നും എന്നെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കണമേ എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സത്യമായും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. അതുവരെയും സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.